ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രാവലോകന വിഷയത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് ചെലവാക്കി മീഡിയയുടെ സഹായത്തോടെ കെട്ടിപ്പൊക്കിയ ഒരു വ്യാജ ഇമേജാണ് മോഡിയുടേത്. മോഡി BJPക്ക് പ്രിയങ്കരനായി തീർന്നത് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ക്രൂരതയുടെ അടിസ്ഥാനത്തിൽ നേതാവായി തീർന്നതാണ് മോഡി എന്നർത്ഥം. ഹിന്ദുത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അധാർമികത അവരുടെ മുമ്പിൽ, അവരുടെ വീക്ഷണത്തിൽ ധാർമ്മികമാണ്. മോഡി ഏറ്റവും വലിയ കൗശലക്കാരനാണെന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി. അദ്ദേഹം പഠിച്ച കോളേജ് എവിടെയാണെന്നോ, സഹപാഠികൾ ആരൊക്കെയാണെന്നോ, അധ്യാപകരാണെന്നോ ആരാണെന്നോ ഒക്കെ അദ്ദേഹത്തിനോ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആർക്കോ പറയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അത് തന്നെ അദ്ദേഹത്തിന്റെ വ്യാജ അവകാശവാദത്തിന്റെ ഒരു നിദാനമാണെന്ന് പറയാൻ കഴിയും. ഏറ്റവും ഒടുവിലായി നാം കണ്ടത് വ്യാജമാർഗത്തിലൂടെ, അതായത് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. അത് തുടരുവാൻ അദ്ദേഹം സ്വീകരിച്ച കുതന്ത്രം വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജന്മാരെ തിരികെ കയറ്റി വോട്ടർമാരുടെ സംഖ്യ കൂട്ടുകയും അതിനൊപ്പം തന്നെ അർഹരായവരെ നീക്കം ചെയ്തും കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ള, ആർജവമുള്ള ഒരു നേതാവാണെന്ന് പറയാനാവില്ല. ഇനി രാഹുലിന്റെ കാര്യം നോക്കാം. ഏത് മതക്കാരനാണെന്നും ഏത് ജാതിക്കാരനാണെന്നും ആർക്കും തിട്ടപ്പെടുത്താനാവാത്ത ഒരു സ്വതന്ത്ര വ്യക്തിത്വത്തിന്റെ ഉടമയാണ് രാഹുൽ. നെഹ്റു എന്ന കാശ്മീരി ബ്രാഹ്മണന്റെ മകളാണല്ലോ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയാണ് ഒരു സ്വരാഷ്ട്ര മതവിശ്വാസി, ഇന്ത്യയിലേക്ക് ഏറ്റവും ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ഒരാള്. അവരുടെ മകനായ, നമുക്കറിയാവുന്നതുപോലെ, മുൻ പ്രധാനമന്ത്രി സഞ്ജയ് ഗാന്ധി ഏത് മതക്കാരനാണെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം അച്ഛൻ ഒരു സർവശിഷ്ട മതക്കാരനും അമ്മ ഒരു ബ്രാഹ്മണ സ്ത്രീയുമാണ്. അവരിൽ നിന്നുണ്ടായ രാഹുലാകട്ടെ ഏത് മതക്കാരനാണ്? അദ്ദേഹത്തിന്റെ അമ്മ ഇറ്റലിക്കാരിയായ ഒരു ക്രിസ്ത്യാനിയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്വം, അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ടെന്നോ മതത്തിൽപ്പെട്ടെന്നോ ആർക്കും നിർണയിക്കാനാവില്ല. DNA ടെസ്റ്റ് ഉപയോഗിച്ചാലും ശാസ്ത്രീയപരമായി തെളിയിക്കാനാവില്ല. അതായത് ഇന്ത്യൻ ജനതകൾക്ക്, ഇന്ത്യയിലെ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മതേതരനായി നിലകൊള്ളുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നർത്ഥം. മനുഷ്യനെ മതത്തിന്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിൽ കാണാതെ മനുഷ്യനായി കാണുവാൻ നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം, അഥവാ ഇന്ത്യൻ ജനതയുടെ പരാജയം. അതേസമയം ഹിന്ദു വർഗീയവാദികളാകട്ടെ, സംഘപരിവാർ സംഘം മതത്തിന്റെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വം നിർണയിക്കുകയാണ് അവർ ചെയ്തത്. അതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സമസ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യത്വമില്ലായ്മയാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന പ്രക്രിയ മനുഷ്യ നിലനിൽപ്പിന് ഒരിക്കലും ഭൂഷണമല്ല. നമുക്കെല്ലാവർക്കും ഒരു മതവിശ്വാസം ഉണ്ടായിരിക്കാം, മതവിശ്വാസമില്ലാത്തവരുമുണ്ട്. പക്ഷെ നമ്മുടെ മതവിശ്വാസം സ്വകാര്യമാണ്. മറ്റുള്ളവരുടെ മതത്തെ ഖണ്ഡിക്കാനോ അവർക്കിടർച്ച വരുത്തുവാനോ ശ്രമിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതേസമയം നമുക്ക് നമ്മുടെ മതത്തെ അഥവാ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, അതിനനുസരിച്ച് പ്രചരിപ്പിക്കുവാൻ
നമുക്ക് സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടുണ്ട്. 25-ാം ആർട്ടിക്കിളിൽ അതാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ഇവിടത്തെ സവർണ ഹിന്ദുക്കൾ സമ്മതിക്കുകയില്ല. അവർ ന്യൂനപക്ഷമാണ്. 15% പോലും വരുന്നില്ല. അവർ മഹാഭൂരിപക്ഷമായിരിക്കുന്ന ഹിന്ദു ജനതയെ അല്ലെങ്കിൽ അധസ്ഥിതരെയും ഒപ്പം ന്യൂനപക്ഷങ്ങളെയും അടക്കി അവരുടെ ഭ്രാന്തമായ ജാതി വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അവർ അതിന് പുതിയൊരു പേര് പറയുമായിരിക്കും, സനാതന ഹിന്ദുത്വം. സനാതനമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏതോ നിത്യമായിട്ടുള്ളതാണ്. അല്ലല്ല, ജാതി വ്യവസ്ഥതയിൽ അത് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു സംവിധാനമാണ് ഹിന്ദുത്വം എന്നുള്ളത്. അവരുടെ അടിസ്ഥാന ഗ്രന്ഥം മനുസ്മൃതിയാണ്, വിചാരധാരയാണ് അവരുടെ തത്വദർശനം. അതേസമയം നമുക്ക് വേണ്ടത് ഇത് രണ്ടുമല്ല, ഭരണഘടന. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന നമ്മുടെ ഭരണഘടനയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകം. അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അത് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനനുസൃതമായിട്ട് വേണം നാം ഇവിടെ ജീവിക്കേണ്ടത്. അല്ലാതെ മനുസ്മൃതിയുടെയോ ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായാൽ അവിടെ നാശം ഉണ്ടാകും തീർച്ച. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹിന്ദുത്വമാണ് ഏറ്റവും പരമപ്രധാനമെന്നാണ്. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ഈ ന്യൂനപക്ഷമായിരിക്കുന്ന സവർണ തന്നെയാണ്. ഈ അധസ്ഥിതരായ ആളുകൾ അവർക്കെതിരെ വാളോങ്ങും ഉറപ്പാണ്. അവർ ചിന്തിക്കുന്നത് കാലത്തും ഒരു ജനതയെ അടക്കി ഭരിക്കാമെന്നാണ്. നമുക്കറിയാം, എബ്രഹാം ലിങ്കൻ പറഞ്ഞു, എല്ലാവരെയും കുറെ കാലത്തേക്കും കുറെ പേരെ എല്ലാ കാലത്തേക്കും വഞ്ചിക്കാം, എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വഞ്ചിക്കാനാവില്ല. കുറെ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അവരിവിടെ ആധിപത്യം ഉറപ്പിച്ചത് വഞ്ചനയുടെ മാർഗത്തിലൂടെയായിരുന്നു. ഇവിടെ ജാതീയത കൊടികുത്തി വാണത് അവരുടെ ഈ അധാർമിക മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി രാജ്യത്തെ അവർ നയിച്ചത് കൊണ്ടാണ്. എന്നാൽ നവ്യമായ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് മൂല്യങ്ങളുടെ, ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് നമ്മൾ പുലർത്തേണ്ട യാഥാർത്ഥ്യം. അത് ഇവിടുത്തെ ഹൈന്ദവ അല്ലെങ്കിൽ സനാതന ധർമ്മക്കാർക്ക് സ്വീകാര്യമല്ല. നമുക്കിനി വേണ്ടിയത് മോഡി എന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെയോ അദ്ദേഹം നയിക്കുന്ന വ്യവസ്ഥിതിയെയോ അല്ല, മറിച്ച് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന മതേതരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാ മനുഷ്യർക്ക് ഒരുപോലെ സൗഹൃദപരമായി ജീവിക്കാൻ ഉതകുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് രാഹുൽ ഗാന്ധിക്ക് കഴിയും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായാൽ ഒരുപക്ഷെ മികച്ച ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ പ്രാകൃതമായ വ്യവസ്ഥിതിക്ക് അറുതി വരുത്തിക്കൊണ്ട് നവ്യമായ ഒരു രാഷ്ട്ര സംവിധാനം, ഒരു ഭരണകൂടം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രമായ പ്രവർത്തനങ്ങൾക്ക് ആഗമ മീഡിയ എക്കാലത്തും സഹവർത്തിത്വം പുലർത്തും, അതിന് കൂട്ടുനിൽക്കും. ഞങ്ങളെ കേൾക്കുന്ന മാന്യസ്നേഹിതന്മാർ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ല നാളേക്കായി സമത്വമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് വേണ്ടി ഒരുങ്ങാം. ആഗം മീഡിയയുടെ ഇത്തരം സംരംഭങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സഹായിച്ചു തുടർന്നും നിങ്ങൾ ആഗം മീഡിയയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, ഇത് ലൈക്ക് ചെയ്യുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ
ഞങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും. ദൈവാനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുമാറാകട്ടെ.